9 മിനിറ്റോട് കൂടി ഔപചാരികമായി ഔദ്യോഗികമായി ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണി തുടങ്ങും ഒരു ഭാഗത്ത്. പക്ഷെ ആദ്യം സ്വാഭാവികമായിട്ടും വരിക പോസ്റ്റൽ ബാലറ്റുകളുടെ വോട്ടുകളാണ് ആദ്യം എണ്ണുക. വലിയ വിവാദമായത് പോസ്റ്റൽ വോട്ടുകളാണ്. ഹരിയാന രാഹുൽ ഗാന്ധി പറഞ്ഞത് പോസ്റ്റൽ വോട്ടുകൾ കൂടുതൽ കോൺഗ്രസിനായിരുന്നു, അതുകൊണ്ട് കോൺഗ്രസ് ജയിക്കണമായിരുന്നു എന്നതായിരുന്നു. പോസ്റ്റൽ വോട്ടുകൾ എന്താണ് എന്ന് ഏറ്റവും താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകന് പോലും അറിയാവുന്നതാണ് എന്താണ് പോസ്റ്റൽ വോട്ട്. പലപ്പോഴും പോസ്റ്റൽ വോട്ട് ഒരു സൂചനയുമല്ല, ഒരു ട്രെൻഡേ ആവില്ല. പക്ഷെ അപൂർവം ചിലപ്പോൾ പോസ്റ്റൽ വോട്ട് തൊട്ട് തന്നെ ഒരു ജനരോഷം പ്രകടിപ്പിക്കേണ്ട ആ രീതിയിൽ നിലനിൽക്കും. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. പോസ്റ്റൽ വോട്ടുകൾ ഒരു വഴിക്ക് പോകുന്നതും അത് കഴിഞ്ഞ് യഥാർത്ഥത്തിലുള്ള അതായത് നേരിട്ട് EVM-കൾ എണ്ണുമ്പോൾ ഫലം മാറി മറിയുന്നതും കണ്ടിട്ടുണ്ട്. ഏതായാലും 8:30 ആദ്യ ഫലസൂചന ലഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 8 മണിയോടുകൂടി വോട്ടെണ്ണൽ തുടങ്ങും. ആദ്യം പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണം പിന്നാലെ EVM-കൾ തുറന്ന് ആദ്യ ഫലസൂചന 8:30 ലഭിക്കും. വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള ലീഡ് നില ഉണ്ടാവും. സർവം സജ്ജമാണ്. ഒരു ആരവം, ഒരു അനക്കം, ഒരു ചടുലത ഇലക്ഷൻ ഡെസ്കിന് വരുന്നു എന്ന് വെച്ചാൽ ആ നിമിഷം ഉള്ള കണക്കുകൾ, ലീഡ് നില പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളൊരു ആവേശം. കൃഷ്ണരാജ് VS എത്തിച്ചേർന്നിട്ടുണ്ട് ഡെസ്കിലേക്ക്. ശ്യാം തയ്യാറാണ് പ്രേക്ഷകരോട് സംവദിക്കാനായി. സ്വാഗതം ശ്യാം ബാബു കൊറോത്ത്. ഡെസ്ക് സജ്ജം, ടീം ജനം സജ്ജം, നമ്മുടെ ജിഷ്ണു സജ്ജം, ശ്രീകാന്ത് സജ്ജം, നന്ദഗോപൻ സജ്ജം. വോട്ടെണ്ണാനായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും സജ്ജനാണ്. മിനിറ്റുകൾ മാത്രം, 7 മിനിറ്റ്. ഇതുവരെ കണ്ടതൊക്കെ പ്രവചനമായിരുന്നെങ്കിൽ, ഇതുവരെ കണ്ടതൊക്കെ എക്സിറ്റ് പോളുകളായിരുന്നെങ്കിൽ, ഇതുവരെ കണ്ടതൊക്കെ വിലയിരുത്തലുകളായിരുന്നുവെങ്കിൽ ജനമനസ്സിൽ എന്താണ്, ജനവിധി എന്താണ്, ജനങ്ങളുടെ സ്പന്ദനം എന്താണെന്ന് അറിയാൻ ഇനി നിമിഷങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗൗതത്തിന് അത് കൃത്യമായി തന്നെ അറിയാൻ തോന്നുന്നു. കാരണം 40 വയസ്സ് വരെയുള്ള ഒരു വലിയ ജനവിഭാഗം ഉൾക്കൊള്ളുന്ന ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനം വോട്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മണ്ഡൽ കമ്മീഷനൊക്കെ ഉഴുതുമറിച്ചിട്ടൊരു സംസ്ഥാനത്ത് പക്ഷേ കാസ്റ്റ് പൊളിറ്റിക്സിന്റെ ഒരു അന്ത്യത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരൊക്കെ പരമ്പരാഗതമായി ഞങ്ങൾ ഇന്നൊരു പാർട്ടിക്ക് വോട്ട് ചെയ്യൂ എന്നൊരു പിടിവാശിയൊന്നും ഉണ്ടാവില്ല എന്നാണ് ഏറ്റവും ഒടുവിലത്തെ അനാലിസിസ് വരുന്നത്. പ്രത്യേകിച്ച് സീമാഞ്ചൽ മേഖലയിലാണ് വലിയ രീതിയിൽ കോൺഗ്രസും RJDയും വലിയ രീതിയിൽ തന്നെ പ്രതീക്ഷ വയ്ക്കുന്നത്. പക്ഷെ അവിടെയും ഈ നിതീഷ് കുമാർ കൊണ്ടുവന്ന ഒരു എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസസ്, അതിൽ കുൽഹരിയ മുസ്ലിംസ് ഉണ്ട്, അൻസാരി മുസ്ലിംസ് ഉണ്ട്, സുർജാപുരി ഉണ്ട്, കുർമി യാദവ് വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇവരൊക്കെ എങ്ങനെ ഇത്തവണ അത് ഞങ്ങൾ RJDക്ക് മാത്രമേ കുത്തൂ എന്നൊരു വാശിയൊന്നും ഇല്ല എന്നൊരു വിലയിരുത്തൽ കൂടി വരുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ബീഹാറിൻ്റെ ഒരു പൊളിറ്റിക്കൽ മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടായി തിരിക്കാം. അതായത് നോർത്ത് ബീഹാറും സൗത്ത് ബീഹാർ. അപ്പോൾ ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് എനിക്ക് തോന്നുന്നു അവിടെയായിരിക്കും പാർട്ടികളുടെ ഒരു നെഞ്ചെടുപ്പ് കൂടുതൽ. പ്രത്യേകിച്ച് ഈ മിഥില പോലെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ, സെൻട്രൽ ബീഹാർ വരുമ്പോൾ, പട്ന പോലെയുള്ള നഗര കേന്ദ്രീകൃത സ്ഥലങ്ങൾ വരുമ്പോൾ അവിടെയൊക്കെ BJPക്ക് വലിയ രീതിയിലുള്ള പ്രതീക്ഷയുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ കോട്ടകൾ ഇങ്ങനെ അരക്കെട്ട് ഉറപ്പിക്കണം, ഒപ്പം മറ്റ് ശത്രുവിൻ്റെ കോട്ടയിൽ പോയിട്ട് ഇരച്ചു കയറി ആ വോട്ട് കൂടി ഇങ്ങ് എടുക്കണം. അപ്പോൾ വല്ലാത്തൊരു സ്ട്രാറ്റജി അത്. ഈ ഒരു ആശങ്കയാണ് തുടക്കത്തിൽ ഗൗതവുമായിട്ടും രോഹിണിയുമായിട്ടും സംസാരിച്ചപ്പോൾ ശ്രീ റോണി കെ ബേബി പങ്കുവച്ചത്. സോഷ്യൽ എഞ്ചിനീയറിംഗ് നടപ്പാക്കുന്നു നിതീഷ് കുമാറും ND എന്നാണ്. ശരിയാണ്, സോഷ്യൽ എഞ്ചിനീയറിംഗ് അല്ല ഞാൻ അതാ പറഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചത്. സോഷ്യൽ റിഫോമാണ്. ഈ പിന്തുണ ആവശ്യമുള്ളവർക്ക്, സഹായം ആവശ്യമുള്ളവർക്ക്, വികസനം ആവശ്യമുള്ളവർക്ക് യാദവെന്നോ മുസ്ലിമെന്നോ ജാതിയും മതവും നോക്കാതെ ഒരു മേഖലയുടെ പിന്നാക്കാവസ്ഥ കണ്ടറിഞ്ഞ്, ഓരോ വിഭാഗത്തിൻ്റെ പിന്നാക്കാവസ്ഥ കണ്ടറിഞ്ഞ്, യുവാക്കളുടെ അവസ്ഥ കണ്ടറിഞ്ഞ്, വിദ്യാർത്ഥികളുടെ ആശയും അവരുടെ പ്രതീക്ഷകളും കണ്ടറിഞ്ഞ്, വനിതകളുടെ, പെൺകുട്ടികളുടെ, സ്ത്രീകളുടെ ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയോ? ഈ 2005 മുതൽ നിതീഷ് കുമാറിന്റെ ഉറച്ച വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സ്ത്രീ വോട്ടേഴ്സാണ്. അപ്പം ആ വോട്ടേഴ്സ് കയ്യിൽ കിട്ടണം എന്നൊരു വല്ലാത്തൊരു ആവേശം സ്വാഭാവികമായിട്ടും തേജസ്വിക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു പദ്ധതി, ഭായ് ബഹൻ ഒരു യോജന. അപ്പോൾ ഈ നമ്മുടെ പ്രകടന പത്രികയിൽ അവരുടെ പ്രധാനപ്പെട്ടതാണ്. എന്താ പ്രശ്നം? ഒന്നുമില്ല, 3000 ഉറുപ്പിക എല്ലാ മാസവും തരും. ഫ്രീ പൊളിറ്റിക്സ്. അപ്പോൾ സ്വാഭാവികമായിട്ട് തൊഴിൽ തരും. അതായത് ഓരോ വീട്ടിലും ഒരാൾക്ക് സർക്കാർ ജോലി അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ഇത് ചോദ്യമുണ്ട്, ഗൗതം കൃത്യമായി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിനൊക്കെ എവിടുന്ന് പണം കണ്ടെത്തണ്ടേ? ഇപ്പോൾ BJP പ്രകടന പത്രികയിൽ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത് ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് പ്രദീപിള്ള. അതായത് തൊഴിലുകൾ ഉണ്ടാകാൻ, സൃഷ്ടിക്കപ്പെടാൻ, അതൊരു ഒരു ഗ്രോത്ത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു അന്തരീക്ഷം. പക്ഷെ ഇത് നേരെ ഈ ഭായ് ബഹൻ എന്നുള്ള ഓമന പേരുകൾ ഇട്ടിട്ടുള്ള അഭ്യാസത്തിനപ്പുറത്തേക്ക്, ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞു, ഇതാണ് പ്രകടന പത്രികയുടെ പ്രകടനപരതയ്ക്ക് അപ്പുറത്തേക്ക്
ദീർഘകാലം കണ്ടുകൊണ്ടുള്ള ഈ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള യഥാർത്ഥ പദ്ധതി, നിലനിൽക്കുന്ന പദ്ധതി. ഇപ്പോൾ യുവാക്കൾക്ക് വേണ്ടത് 3000 രൂപ ഭിക്ഷയല്ല, ദാനമല്ല. ചെറുപ്പക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക് വേണ്ടത് ഭായിക്കോ ബഹനോ നിങ്ങൾ കൊണ്ടുതരുന്ന 3000 രൂപ വോട്ട് ചെയ്താൽ എന്നുള്ളതല്ല. അവന് പഠിക്കണം, ഉന്നത വിദ്യാഭ്യാസം നേടണം. അവിടുത്തെ ജനങ്ങൾ പറഞ്ഞതാണ്, ജനൻ TV അടക്കമുള്ള മാധ്യമങ്ങളോട് അതിന്റെ യഥാർത്ഥ ചിത്രം പുറത്തു കൊണ്ടുവന്നവരോട് പറഞ്ഞതാണ്, പഠിക്കാൻ പണമില്ല, പിടിച്ചോ വിദ്യാഭ്യാസ വായ്പ. അത് രസം എന്താണെന്ന് വെച്ചാൽ BJP മുന്നോട്ട് വയ്ക്കുന്ന പ്രകടന പത്രികയിൽ ഒരു പ്രധാനപ്പെട്ട പദ്ധതി ലാഖ് ദീദി പദ്ധതിയാണ്. അതായത് 1 കോടി സ്ത്രീകളെ 1 ലക്ഷം രൂപ വാർഷിക വരുമാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സമഗ്രമായ പദ്ധതി. ഭിക്ഷയല്ല, ദാനമല്ല. അവര് സ്വയം പര്യാപ്തരാക്കുകയാണ്. അപ്പൊ ഈ തരത്തിൽ മാത്രമല്ല, എനിക്ക് ഏറ്റവും ഇനിയിപ്പോ നമുക്ക് തോന്നുന്നു പ്രദീപ് ഗൗതം ഏതാണ്ട് ഒരു 3 മിനിറ്റ് പെട്ടി തുറക്കാനുള്ളൂ. പക്ഷേ ഒറ്റ കാര്യം കൂടി, ഒരു ജലീയ ജനവിഭാഗം അതിന്റെ 75% കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അവർ ഉപജീവനം നടക്കുന്ന ഒരു സ്ഥലം. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ട് ഈ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുക്കുന്ന ഒരുപാട് പദ്ധതികൾ നിതീഷ് കുമാർ കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടുന്ന് യുവാക്കള് ആ നാട് വിട്ടു പോവുകയാണ് മറ്റു സ്ഥലങ്ങളിലേക്ക്. അപ്പൊ ഇതൊരു ഫോക്കസ് പോയിന്റ് സ്വാഭാവികമായിട്ട് ഇവിടെ ഉയരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിലേക്കൊക്കെ ഉത്തരം കിട്ടേണ്ടത് പെട്ടി പൊട്ടിക്കുമ്പോഴാണ്. എനിക്ക് തോന്നുന്നു ഈ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്നതിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടുണ്ടോ? യെസ്, എനിക്ക് നടപടിക്രമങ്ങൾ ആരംഭിച്ചു, സ്ട്രോങ് റൂമുകൾ തുറക്കാൻ പോകുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ആ ജനവിധി അറിയാൻ ഇനി കേവലം ഒരു 2 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ബീഹാറിന്റെ തലവരെ എന്താകും എന്നറിയാനുള്ള ഒരു വളരെ ആകാംക്ഷ പ്രത്യേകിച്ച് കേരളത്തിലെ ആളുകൾക്കും ഉണ്ട്.